നമ്മളുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ്, പുരുഷന്മാർക്കും ഇഷ്ടമാണ് ഈ പ്രോഡക്റ്റ്. അങ്ങനെയുള്ളവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട്, അതായത് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു വ്യത്യസ്തമായ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളുടേതായിട്ടുള്ള റോ മെറ്റീരിയൽ വാങ്ങി പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും. രണ്ടാമത്തത് ജോബ് വർക്ക് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ അതിലേക്ക് ഒരു അഡിഷൻ അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ കൊടുത്തുകൊണ്ട് വ്യത്യസ്തത കാണിച്ചുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും നമ്മളുടെ അടുത്തേക്ക് വരും, ബൾക്കായിട്ട് അവരുടെ പ്രോഡക്റ്റുമായിട്ട് അതിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ കാലങ്ങളോളം മുമ്പോട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഈ മെഷീന്റെ ചിത്രം ഓൾറെഡി നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും. ആ മെഷീനെ കുറിച്ച്, അതിന്റെ ഡീറ്റെയിൽ, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതിന്റെ വില ഭാഗം എവിടെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ച്, അതിനുപയോഗിക്കപ്പെടുന്ന മെഷീനുകളെ കുറിച്ച്, റോ മെറ്റീരിയലുകളെ കുറിച്ച് ഒക്കെയാണ് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നിവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, എംബ്രോയിഡറി മെഷീനാണ്. നമുക്ക് നമ്മളുടെ വീട്ടിലെ കറണ്ട് കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന സൈസിലുള്ളത് കൊണ്ട് 3 ഫേസിൽ പ്രവർത്തിപ്പിക്കാവുന്ന മെഷീനുകളുമുണ്ട്. 3 ഫേസിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്കറിയാം എക്സ്ട്രാ കണക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മളിവിടെ സിംഗിൾ ഫേസിൽ ഓടിക്കാവുന്ന മെഷീനുകൾ ധാരാളം ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഡൊമസ്റ്റിക് കണക്ഷൻ മതിയാകും അതിന് വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള മെഷീനെ കുറിച്ചാണ് പറയുന്നത്. ഈ മെഷീന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളുടെ മനസ്സിലുള്ള ഒരു ഡിസൈൻ, അതിനെ ഡിസൈൻ ചെയ്തതിനു ശേഷം പ്രോഗ്രാമിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് അതിന്റെ പ്രോഗ്രാം സ്ക്രീനിൽ കാണിക്കുന്നതായിട്ട്. അതേ പ്രോഗ്രാം എങ്ങനെയാണോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അതേ രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ വൃത്തിയോടുകൂടി, ഒരു വ്യത്യാസവും ഇല്ലാതെ, ഒരു തെറ്റുമില്ലാതെ അതേപടി പകർത്തി വെക്കുകയാണ് ഈ മെഷീനുകളുടെ ജോലി. ഒരേ ഡിസൈൻ ഒരുപാട് പ്രാവശ്യം നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ കൈകൊണ്ടൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. എംബ്രോയിഡറി ചെയ്യുന്ന മനുഷ്യർക്കറിയാം ഒരു ചെറിയ പൂ പോലും വരയ്ക്കണമെങ്കിൽ എത്ര മണിക്കൂർ വേണമെന്നുള്ളത്. എന്നാൽ അതേ കാര്യം 10 സെക്കൻഡ് കൊണ്ട്, ഇല്ലെങ്കിൽ 20 സെക്കൻഡ് കൊണ്ട്, കൂടി വന്നാൽ 1 മിനിറ്റ് കൊണ്ട് 1000 എണ്ണം വരച്ചു തരും ഈ എംബ്രോയിഡറി മെഷീൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ്. നിങ്ങൾക്ക് പുതുതായിട്ട് ലേഡീസിന്റെ വസ്ത്രങ്ങൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ ഒക്കെ പ്ലെയിൻ ആയിട്ടുള്ളത് വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ കൊടുത്ത് ഒരു പുതിയ ബ്രാൻഡ് ആക്കി ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൂടെ മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന്, അപ്പോൾ അതിന് അല്പം ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരും. ഈ മെഷീൻ മുടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. 2, ഈ മെഷീൻ ഇറക്റ്റ് ചെയ്ത് നിങ്ങൾ പരസ്യങ്ങൾ കൊടുക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ജോബ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു തരണമെങ്കിൽ ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഫ്രീ പരസ്യം കൊടുക്കാൻ പറ്റും. ഓൾറെഡി നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ കൊടുത്ത് ആളുകളെ സംഘടിപ്പിച്ച് അവരുടെ വർക്ക് എടുത്ത് ജോബ് വർക്കായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു പീസിന് ഇത്ര രൂപ എന്ന നിലയിൽ. ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ അധികം ആളുകൾ വേണ്ട എന്നുള്ളതൊരു പ്ലസ് പോയിന്റ് ആണ്. നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ കുട്ടികൾ, ആരാണോ മുതിർന്നവർ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മെഷീൻ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്. എങ്കിലും ഇതിൽ വൈദഗ്ധ്യം അത്യാവശ്യമാണ്, എംബ്രോയിഡറിയെ കുറിച്ചുള്ള നോളജ് അത്യാവശ്യമാണ്. അങ്ങനെ അറിവില്ലാത്തവർ ഈ ബിസിനസ്സിന് പോകാതിരിക്കുക, മെഷീൻ വാങ്ങിക്കാതിരിക്കുക. തയ്യൽ ജോലികൾ ചെയ്യുന്നവർ, ഇല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്യുന്നവർ, അതിനെക്കുറിച്ച് അവഗാഹമുള്ളവർ മാത്രമേ ഈ ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ. ഇനി അഥവാ അങ്ങനെ അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരെ കൂടെ കൂട്ടി വേണം ഈ ബിസിനസ് തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് ആ മെഷീന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. നമുക്കിവിടെ ഈ മെഷീൻ പല വിലയ്ക്കാണ് കിട്ടുന്നത്. വില കൂടിയതുമുണ്ട്, കുറഞ്ഞതുമുണ്ട്. ഞാനിവിടെ എല്ലാ തരത്തിലുള്ള മെഷീനുകളും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അതിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ 6,75,000 രൂപയുടെ മെഷീൻ കാണിച്ചിട്ടുണ്ട്. ഈ മെഷീന്റെ വീഡിയോ ആണ് നമ്മൾ ഓൾറെഡി കണ്ടത്. 4,85,000 ഉണ്ട്, 3,65,000 ഉണ്ട്, 5,50 ഉണ്ട്, 3,70 ഉണ്ട്,
10 ലക്ഷത്തിന്റെ ഉണ്ട്, 325ന്റെ ഉണ്ട്, 310ന്റെ ഉണ്ട്, 350, 4 ഇതുപോലെ ഒരുപാട് മെഷീനുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകും. ഇവിടെ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡിലിന്റെ ഡിഫറൻസ് ആണ്. 6 നീഡില്, 12 നീഡിൽ, അങ്ങനെ ഒരുപാട് നീഡിലിന്റെ വ്യത്യാസമുള്ള മെഷീനുകളുണ്ട്. അതനുസരിച്ച് നീഡിൽ കൂടുന്നതനുസരിച്ച് കളറുകൾ കൂടിക്കൊണ്ടിരിക്കും, നൂലുകൾ കൂടിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഡിഫറൻസ് ആയിട്ട് ഞാൻ കരുതുന്നത്. തയ്യൽ ജോലികൾ ചെയ്യുന്നവർക്ക്, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ എംബ്രോയിഡറി കൈകൊണ്ടൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ ഈ ഒരു മെഷീന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരെ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെഷീനുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ആവശ്യമുള്ളവർക്ക് ഈ കോണ്ടാക്ട് സപ്ലയർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളുടെ നമ്പർ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊള്ളും. ഇനി അതല്ലെങ്കിൽ അവരുടെ നമ്പർ എടുത്ത് നിങ്ങൾക്ക് വിളിക്കാനുള്ള സംവിധാനവും ഉണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കൂടെയുണ്ട്. ഈ ഒരു പ്രോജക്റ്റുമായിട്ട് നിങ്ങൾ DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററിൽ പോവുക. അവിടെ ചെന്നിട്ട് നിങ്ങളുടെ പ്രോജക്റ്റും കാര്യങ്ങളും അവർ പറയും, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തരും. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. DIC എന്ന് നമ്മളുടെ ചാനലിൽ അടിച്ചു കൊടുത്താൽ പ്രോപ്പർ വീഡിയോകൾ കിട്ടും. നമുക്ക് അവർ മുഖാന്തരം ഈ മെഷീനുകൾ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അറൌണ്ട് 35% സബ്സിഡി വരെ ലഭിക്കും. അതായത് 1 ലക്ഷം രൂപയ്ക്ക് 35,000 രൂപ സബ്സിഡി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പൊ നമ്മളിവിടെ 3 ലക്ഷത്തിന്റെ, 4 ലക്ഷത്തിന്റെ, 5 ലക്ഷത്തിന്റെ ഒക്കെ മെഷീൻ കാണിച്ചിട്ടുണ്ട്. അതിനൊക്കെ സബ്സിഡി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ആച്ചായിരിക്കും. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ശ്രമിച്ചു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.